പാലക്കാട് IIT ആക്രമണത്തിൽ പ്രതിയുമായി പോലീസിന്റെ തെളിവെടുപ്പ്. കസ്ബ പോലീസിന്റെ പിടിയിലായ സുമനെ പെൺകുട്ടി തിരിച്ചറിഞ്ഞു. പെൺകുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു ലക്ഷ്യമെന്ന് ഇയാൾ പോലീസിനോട് മൊഴി നൽകി. ഫെബ്രുവരി 23 രാത്രി 8:30 IIT ക്യാമ്പസിൽ ഒരു പെൺകുട്ടി നടക്കാനിറങ്ങി. കുറച്ചു മുൻപിലായി അവളുടെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇരുട്ടിന്റെ മറവിൽ ഒരാളെത്തി പെൺകുട്ടിയെ ആക്രമിച്ചത്. പെൺകുട്ടിയുടെ തലയ്ക്ക് വടികൊണ്ടടിച്ചു. പിന്നീട് അയാൾ എങ്ങോട്ടോ ഓടി മറഞ്ഞു. ഈ കേസിലെ പ്രതിയെയാണ് ഇന്ന് IIT ക്യാമ്പസിലെത്തിച്ച തെളിവെടുപ്പ് നടത്തിയത്. സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ നടത്തി. അതിൽ വിക്ടിം ഇയാൾക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ ഫർദർ മെറ്റീരിയൽ ഓബ്ജക്ട്സ് തെളിവെടുപ്പ് പ്ലേസ് ഓഫ് ഓക്കറൻസിനാണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വെപ്പൺ, പിന്നെ ആ സമയത്ത് ഈ പ്രതി ധരിച്ചിട്ടുള്ള വസ്ത്രങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കേരളത്തിലെ തന്നെ വലിയ ക്യാമ്പസാണ് പാലക്കാട് IITക്കുള്ളത്. പഠിക്കാനും മറ്റു ജോലികൾക്കുമായി നിരവധി പേർ അവിടെ താമസിക്കുന്നുണ്ട്. കസബ പോലീസ് പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞു. ആക്രമണത്തിന് ശേഷം അവിടെ നിന്ന് പോയവരെ പോലീസ് നിരീക്ഷിച്ചു. കെട്ടിട നിർമ്മാണത്തിനായി IITയിൽ വന്ന സുമൻ ഈ ആക്രമണം നടന്ന ദിവസത്തിന് ശേഷം ക്യാമ്പസിൽ നിന്ന് കാണാതായതായി പോലീസ് കണ്ടെത്തി. അതോടുകൂടി സുമന് ഈ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് പോലീസിന് വ്യക്തമായി. പോലീസ് സംഘം വെസ്റ്റ് ബംഗാളിലെത്തി സുമനെ അറസ്റ്റ് ചെയ്തു. ആക്രമിച്ച ശേഷം പെൺകുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങൾ കവരുകയും പേഴ്സ് സ്വന്തമാക്കുകയുമായിരുന്നു ഇയാളുടെ ലക്ഷ്യം. എന്നാൽ അപ്പോഴേക്കും ആളുകൾ ഓടിക്കൂടി. ഇതോടെ അക്രമി ഓടി മറയുകയായിരുന്നു. സുമൻ സമാനമായ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.